ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളോടുള്ള ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളോടുള്ള ആ ഒരു യഥാർത്ഥ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം അവരുടെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും നമ്മളിവിടെ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുകൂടി നമ്മൾ നോക്കുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം ഇവിടെ വളരെയധികം ഒരു സ്ട്രഗിൾ ചെയ്യുന്ന, വളരെയധികം വിഷമിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി വിഷമത്തിലൂടെ അല്ലെങ്കിൽ ഒത്തിരി സങ്കടത്തിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലേക്ക് പോയി നിങ്ങളുടെ ഒരു കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ ഇല്ലയോ, ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയോ, ഇതൊന്നും തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സണ് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നത് എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി തടസ്സങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെയധികം തടസ്സങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. ആ ഒരു തടസ്സങ്ങളെ ഓർത്തും ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ അവർ ഈ ഒരു കാര്യം ഓർത്തിട്ട് വളരെയധികം അവർക്ക് പേടിയാകുന്നു. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും വീണ്ടും ഒരു നോ കോണ്ടാക്ട് വന്നു, ഇനി ഒരിക്കലും ഇത് ഒരുമിച്ച് ചേരാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല, ഇത് അകന്നകന്നു പോകുന്ന പോലെ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ ഒരു പേഴ്സണും അത് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് അതിൽ വളരെയധികം ഒരു പേടിയുള്ളതായിട്ട് കാണുന്നു. അവർക്കൊരു റിലാക്സേഷൻ കിട്ടുന്നില്ല. അവർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ചിന്തകളാണ് അവരുടെ മനസ്സിൽ, എപ്പോഴും ഓരോരോ ചിന്തകളാണ്. ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ മനസ്സിലൂടെ എന്നാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണലി അവർക്ക് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കാര്യങ്ങളും ഒരു നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്കൊരു ഹോപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. എനിക്ക് കുറച്ച് ത്രോട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ട് ഒരു ഇച്ചിരി ഇതാണെന്ന് ഒന്ന് ക്ഷമിക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇവരൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങളെ നേടിയെടുക്കും എന്ന രീതിയിലുള്ള ഡിസിഷനാണ് അവരെടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇവരെടുത്തിരിക്കുന്നത്. പക്ഷെ കുറച്ച് എങ്ങനെയാണെങ്കിലും നിങ്ങൾ നേടിയെടുക്കും, പക്ഷെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചൊരു സമയം ഗ്യാപ്പ് ഇട്ടതിന് ശേഷമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തടസ്സങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു തടസ്സങ്ങളുമായിട്ട് ഈ വ്യക്തി വളരെയധികം ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ പ്രസന്റ്ലി ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇപ്പൊ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമലിലേക്ക് പോകണം, അതിന് തടസ്സം നിൽക്കുന്നവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒരു ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഇതിന്, അല്ലെങ്കിൽ കാസ്റ്റോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നം
മാറ്റി തടസ്സമെല്ലാം മാറ്റി റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ പേഴ്സന്റെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കൂടുതലും അവരൊരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഒട്ടും സന്തോഷമില്ല അവർക്ക്. ആ ഒരു സന്തോഷം അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയതോടുകൂടി ആ ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം തിരിച്ച് നേടിയെടുക്കണം എന്ന് തന്നെ അവർക്ക് ഒരു വാശിയുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവര് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ പോലെ അത്രയും മനസ്സിന് ശൂന്യത ഇവർക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണിത്. അപ്പം ഇവരുടെ ആ ഒരു നിങ്ങൾ തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്ന സമയത്തുള്ള ആ ഒരു സ്നേഹം, പ്രണയം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഒന്നും ഇവർക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല. ഇവരുടെ ലൈഫിൽ നിന്ന് അതൊന്നും മറന്നു കളഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരിപ്പോൾ ശരിക്കും ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജീസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഒരു അവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ പിന്നെ നോക്കുന്നത് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ അവർക്ക് ഇനി എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ കാർഡുകളിൽ നോക്കുന്നത്. യെസ്, നമുക്കിവിടെ അത് തന്നെ വീണ്ടും കാണാൻ പറ്റുന്നു. ഒരു അവസരം, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അവരിലേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു 3 to 4 months തന്നെ അതിനൊരു അവസരം ക്രിയേറ്റ് ചെയ്ത് അവരുടെ മുന്നിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അത്തരത്തിലൊരു അവസരം വരുമ്പോൾ ഇവർ ഈ തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മിസ് ഫീലിങ്സ് ഇവർക്കുണ്ട്. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു എല്ലാ സിറ്റുവേഷനുകളിലും ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോരോ സാഹചര്യങ്ങളിലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അതങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ എന്നുള്ളൊരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ എല്ലാ സിറ്റുവേഷനുകളിലും എല്ലാ ഒരു സംഭവങ്ങളിലും നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. അപ്പം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികളെല്ലാം ലൈഫിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനായിട്ട് ഈ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നുണ്ട് വ്യക്തി. ഈ ഒരു സിറ്റുവേഷൻ വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുന്ന ആളുകളെ ലൈഫിൽ നിന്ന് മാറ്റി വിട്ടതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം അതുപോലെ പിന്നെ നമുക്ക് നോക്കുമ്പോൾ കൂടുതലും അവർ ഒരു ഹാപ്പി ആയിട്ടിരുന്ന സമയങ്ങളൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഹാപ്പി ആയിട്ടിരുന്ന സമയങ്ങളെ കുറിച്ച് ഓർക്കുന്നു. അത് നിങ്ങളുടെ കൂട്ടത്തിൽ അവർ ചിലവഴിച്ച ആ ദിവസങ്ങൾ തന്നെയാണ്. അതൊക്കെ എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ മനസ്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. അവരൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരും ആ ഒരു ലൈഫിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ. പിന്നെ രാത്രിയിലും അതുപോലെ തന്നെ ഡേ ടൈമിലും ഒക്കെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആ പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റുന്നത് നിങ്ങൾ തമ്മിൽ ഒരു മ്യൂസിക്കുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിന്. മേ ബി നിങ്ങൾ തമ്മിൽ ഈ ഒരു പാട്ട് പാടുന്ന ആളുകളായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന ആളുകളായിരിക്കാം. അപ്പം ആ രീതിയിൽ എന്തെങ്കിലും രീതിയിലായിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടോ മറ്റുമൊക്കെ ഉള്ളത് എന്ന് വിചാരിക്കണം. എന്തോ മ്യൂസിക്കുമായിട്ട് നല്ലൊരു കണക്ഷൻ ഈ റിലേഷൻഷിപ്പിന് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് ഒത്തിരി എനർജീസ് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ആരെങ്കിലുമായിട്ട് കണക്ട് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പിന്നീട് നമുക്ക് വരുന്ന കാർഡിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് വരുന്ന ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഒരു തുടക്കം, ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തില്ല ഈ ഒരു പേഴ്സൺ. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇവരുടെ ഒരു ഡിസിഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ നേടിയെടുക്കും എന്നുള്ള ഒരു ഡിസിഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ അവർക്ക് അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾക്കായിട്ട് കാത്തിരുന്ന് മടുത്തു ഈ ഒരു പേഴ്സൺ. ഇനി ഒരു ആക്ഷൻ എടുത്തേ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അവർ ശരിക്കും. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി പോയി ഈ ഒരു കാര്യങ്ങൾ തേർഡ് പാർട്ടി, ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരൻസ് ആയിരിക്കാം, മൂന്നാമതൊരാളാകണമെന്നില്ല, ഒരു റിലേഷൻഷിപ്പ് ആകണമെന്നില്ല, ഇവരുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ആര് തന്നെ ആയിക്കോട്ടെ. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ സെപ്പറേറ്റ് ആക്കി മാറ്റിയ ആ ഒരു കാര്യത്തിൽ കൂടുതലായിട്ടും ആ ഒരു കാര്യം
വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ചില പ്രവൃത്തികളുടെ ഫലമായിട്ടോ ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സണ് വളരെയധികം ഒരു കുറ്റബോധം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട് അവർക്ക്. ഇനി വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്ന കാർഡുകളെല്ലാം തന്നെ ഇവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇനി വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. സ്ട്രോങ് ഡിസിഷൻ എടുക്കണം എന്നിവർ വളരെയധികം ചിന്തിക്കുന്നു. ഇനി ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു. എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ട്, ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്തി കളഞ്ഞതിൽ, നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതിൽ ഞാൻ ഇനി എന്തെങ്കിലും, അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് കുറച്ച് ആക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഞാനൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നോർത്ത് ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വിഷമിക്കുകയാണല്ലോ എന്നതും ഈ ഒരു വ്യക്തിയെ വളരെയധികം ഒരു വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നിങ്ങൾ ഒത്തിരിയധികം വിഷമിക്കുന്നുണ്ട് ഈ സമയത്തെന്ന് അവർക്കറിയാം. ആ ഒരു കാര്യം ഓർക്കുമ്പോഴാണ് ഇവർക്ക് വളരെയധികം സങ്കടം തോന്നുന്നത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. പിന്നെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്, ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഫെയിൽ ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. ഇവര് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഇവർ സക്സസിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് ഇവർ വരും എന്ന് പറഞ്ഞു, പക്ഷേ അതിന് തടസ്സങ്ങൾ ഉണ്ടായത് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആകാതിരിക്കുക. ഇനിയും അവർ തുടരെ ആക്ഷൻ എടുത്ത് അവർ ട്രൈ ചെയ്ത് ഇതൊരു സക്സസിൽ എത്തിക്കാനുള്ള ഒരു നിയോഗം അവർക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് നമ്മൾ ഓൾറെഡി റീഡിങ് കണ്ടു, എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം നൽകിയ ഏറ്റവും മനോഹരമായതും ഏറ്റവും വിലപ്പെട്ടതുമായ ഒരു പ്രീഷ്യസ് ആയ ഗിഫ്റ്റാണ് നിങ്ങളെന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ലവ് മീ. ഓക്കെ, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ആളെന്ന് പറയുന്നു, കാരണം നിങ്ങൾ അവരെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ല ഒരു റിലേഷൻഷിപ്പ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, എവിടെയാണോ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചു പോയത് ആ ഒരു നിമിഷം മുതൽ ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കില്ലേ എന്ന് അവർ ചോദിക്കുകയാണ്. അതുപോലെ അവർ സോറി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഐ ഫീൽ എംപ്റ്റി വിതൗട്ട് യു. ഓക്കെ, വളരെയധികം ഒരു ശൂന്യതയാണ് അവർക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1986 എന്ന് പറയുന്ന ഒരു വർഷമാണ്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നു. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ, നീളമുള്ള ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ചൈൽഡിഷ്, കുട്ടികളുടെ സ്വഭാവമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ, മെസ്സി ആയിട്ട് അലക്ഷ്യമായ രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വ്യക്തികളാകാനും ചാൻസ് ഉണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നു. അതുപോലെ ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ടി, നമ്പർ 44, നമ്പർ 13, പെറ്റ് ലവേഴ്സ്, ലെറ്റർ ഇ,
റീഡിങ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. നമ്പർ 1 കിട്ടുന്നുണ്ട്. നമ്പർ 8 കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് പോസിബിലിറ്റി ആണ് ടുമോറോ. ഓക്കെ, നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 കിട്ടുന്നു. ലെറ്റർ ഒ, ലെറ്റർ എം. 1986 പോലീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.